ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ടെക് സ്റ്റുഡിയോ. ഇന്ന് 24 ഓഗസ്റ്റ് സൺഡേ രാവിലെ തന്നെ ചെറിയൊരു കാര്യത്തിന് പുറത്തോട്ടിറങ്ങിയതാണ്. കുറച്ച് നാൾ മുമ്പ് ഒരു മെയ് 15-16 തീയതി ഒരാൾ ഇച്ചിരി പൈസ സെറ്റിൽ ചെയ്തേക്കാം എന്ന് പറഞ്ഞായിരുന്നു. അതിനുശേഷം യാതൊരു വിവരവുമില്ല. എന്നാൽ പിന്നെ ഇന്ന് സൺഡേ ഒക്കെ അല്ലേ, എന്തായാലും ഒന്നെങ്കിൽ വീട്ടിൽ കാണും അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ കാണുമെന്ന് ഓർത്തങ്ങ് ഇറങ്ങിയ പടം ഇത് കണ്ടില്ലേ, എൻ്റെ റൈറ്റ് സൈഡിൽ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ഡീപോൾ സ്കൂള് നസറത്തിലെ. സോ ഈ വഴി അങ്ങോട്ട് ക്രോസ് ചെയ്തങ്ങ് പോയി. അത്യാവശ്യം നല്ല വഴിയാട്ടോ, ഈയിടെ ടാറിങ് ഒക്കെ ചെയ്തുകൊണ്ട് നല്ല വഴിയാണ്. പക്ഷേ ഇടയ്ക്ക് ചെറിയ ഗ്രാവലൊക്കെ ഉണ്ട്. ഇത് കുറുപ്പന്തറ ടൗണാണ്. സോ ആ വരുന്ന സാൻഡ്രോ കാർ ഒന്ന് ശ്രദ്ധിച്ചോണം. കറക്റ്റ് ടൈമിൽ ഹോൺ അടിച്ചതുകൊണ്ടാണോ ദൈവാധീനം കൊണ്ടാണോ ഒന്നും സംഭവിച്ചില്ല, ഇല്ലെങ്കിൽ ലോറിയുടെ അടിയിൽ പെട്ടേനെ. തിരിച്ചതേ നമ്മൾ വീട്ടിലേക്ക് വരുന്ന വഴി വേറൊരു വഴി കൂടെ കയറി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് ഓർത്ത് എന്തായാലും ബൈക്കുമായിട്ട് പുറത്തിറങ്ങി. ഒരു 10-20 കിലോമീറ്റർ ബൈക്ക് ഓടട്ടെ, അതിനും മോഹങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നേരെ വീട്ടിലേക്ക്. എന്ത് ചെയ്യാനാ, പോയതൊന്നും നടന്നില്ല. വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സുഹൃത്ത് പുതിയ i20 N-line ഓട്ടോമാറ്റിക് 3 സിലിണ്ടർ വണ്ടി, ടെർബോ ചാർജ്ഡ് വണ്ടി എടുത്തു. എന്നാൽ അതൊന്ന് ഓടിച്ച് നോക്കാൻ നമുക്ക് പുറത്തുണ്ട്. വണ്ടി നല്ല അടിപൊളിയാട്ടോ. ഇതാണ് വണ്ടിയുടെ ലുക്ക്. ബ്ലാക്ക് കളറായതുകൊണ്ട് അടിപൊളി വണ്ടി, നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ സെറ്റ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. വൈകുന്നേരം നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് പുറത്തോട്ടിറങ്ങി. ബോറടിച്ചിരുന്നുകൊണ്ട് നേരെ ഏസ് ഗെയിമിങ്ങിലോട്ട് പോയി. അവിടെ ചെന്നപ്പം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് ഇനി ഒരു സ്റ്റോറി മോഡ് കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് ആലോചിച്ചു. അപ്പോൾ കുറച്ച് നേരം FC അവിടെയുള്ള ആൾക്കാരുമായിട്ടും കളിച്ച് കുറച്ച് മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ വീട്ടിലോട്ട് പോന്നു. വീട്ടിൽ വന്ന പാടെ വിസ്കി അങ്ങ് വളഞ്ഞു. സോ വിസ്കിക്ക് ഞാൻ ആക്ച്വലി ഒരു ബണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്, ക്രീം ബൺ. അതിന് വേണ്ടിയിട്ടാണ് ഈ മൽപ്പിടുത്തം. 2 പേർക്ക് എന്ത് കൊടുത്താലും കഴിച്ചോളും, ഒരു പ്രശ്നവുമില്ല. മിൽക്കിക്കും കൊടുത്തു, വിസ്കിക്കും കൊടുത്തു. 2 പേർക്കും പച്ചമീനോടോ അങ്ങനെയൊന്നും താല്പര്യമില്ല. കൂടുതലും താല്പര്യം ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ ഇതുപോലത്തെ സാധനങ്ങൾ എന്ത് കൊടുത്താലും കഴിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സോ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ചെറിയൊരു ബൈ. സോ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക മാക്സിമം എല്ലാവരും.